കേരളത്തിലെ സിപിഎമ്മുകാരുടെയും ഇടതുപക്ഷ നേതാക്കളുടെയും ഫേസ്ബുക്ക് വാളുകൾ നിറയെ ഇപ്പോൾ കർഷക സമരത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളാണ് നിറയുന്നത്. സമരത്തിൽ ആവേശം കൊള്ളുന്നതൊക്കെ കൊള്ളാം, എന്നാൽ കേരളത്തിലെ ഇടതു സർക്കാർ കർഷകർക്ക് വേണ്ടി എന്താണ് ചെയ്തത്? നിങ്ങൾ അതും പറയണ്ടേ? നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ അതൊന്ന് അന്വേഷിക്കാമെന്ന് കരുതി. 2016 തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. കർഷക ക്ഷേമ ബോർഡ് യാഥാർത്ഥ്യമാക്കും, കാർഷികോൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പുവരുത്തും, നെൽവയൽ സംരക്ഷണത്തിന് നിലം ഉടമകൾക്ക് റോയൽറ്റി നൽകും, റിയൽ എസ്റ്റേറ്റുകാർ വാങ്ങി തരിശിടുന്ന വയലുകളിൽ കൃഷി ചെയ്യും, പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത, ഇതൊക്കെയായിരുന്നു പ്രധാന വാഗ്ദാനങ്ങൾ. ഇവർ ഇതൊക്കെ നടപ്പാക്കിയോ എന്ന് പരിശോധിക്കണ്ടേ? ആദ്യം മുതൽ തന്നെ നമുക്ക് നോക്കാം. കർഷക ക്ഷേമനിധി ബോർഡ് സംസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞു. 5 സെന്റിൽ കുറയാതെയും 15 ഏക്കറിൽ കവിയാതെയും ഭൂമി കൈവശമുള്ള 5 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കൃഷി പ്രധാന ഉപജീവനമായി സ്വീകരിച്ചിട്ടുള്ള ഏതു വ്യക്തിക്കും ഈ ക്ഷേമനിധിയിൽ അംഗമാകാം. ഉദ്യാന കൃഷി, ഔഷധ സസ്യകൃഷി, നഴ്സറി നടത്തിപ്പ്, മത്സ്യം, അലങ്കാര മത്സ്യം, കക്ക, തേനീച്ച, പട്ടുനൂൽപ്പുഴു, കോഴി, താറാവ്, ആട്, മുയൽ, കന്നുകാലി ഉൾപ്പെടെയുള്ളവയുടെ പരിപാലനം എന്നിവയിൽ വരുന്നവരും ഇതിന്റെ പരിധിയിൽ പെടും. ക്ഷേമനിധി നൽകുന്ന പെൻഷൻ എത്രയാണെന്നറിയാമോ? 5000 രൂപ. അതിനുള്ള നടപടികളും തുടങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഉൽപ്പന്നങ്ങളുടെ വിലയെക്കുറിച്ച് പരിശോധിക്കാം. നെല്ലിന്റെ താങ്ങുവിലയാണല്ലോ ആദ്യം. 2015-16 21.50 രൂപയായിരുന്നു നെല്ല് സംഭരണ വില. ഈ വർഷം അത് 27.48 രൂപ, 28% വർധന. രാജ്യത്ത് ഏറ്റവും ഉയർന്ന വില കേരളത്തിൽ. ഇനി മറ്റൊരു റെക്കോർഡ് കൂടി കേരളത്തിനുണ്ട്. 16 ഇനം പച്ചക്കറികൾക്ക് തറവില നിശ്ചയിച്ച് സംഭരണം പ്രഖ്യാപിച്ച സംസ്ഥാനം കൂടിയാണ് കേരളം. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 550 കേന്ദ്രങ്ങളിൽ പദ്ധതി നടപ്പാക്കുകയാണ്. ഓരോ വിളകളുടെയും ഉൽപാദന ചെലവിനൊപ്പം 20% തുക അധികമായി ചേർത്താണ് തറവില നിശ്ചയിച്ചത് എന്ന പ്രത്യേകതയുമുണ്ട്. നെൽവയൽ സംരക്ഷണത്തിന് നിലമുടമകൾക്ക് റോയൽറ്റിയും നൽകി തുടങ്ങി. ആകെ 90,038 അപേക്ഷകർ. ഇതിൽ 23,623 പേരുടെ അപേക്ഷ സ്വീകരിച്ചു. ഇതിനകം 18,365 പേർക്ക് 1.5 കോടിയോളം വിതരണം ചെയ്തു. ഹെക്ടറിന് 2000 രൂപ വീതമാണ് റോയൽറ്റി. ഇവര് റിയൽ എസ്റ്റേറ്റുകാർ നികത്തിയ നെൽവയലൊന്നും ഏറ്റെടുക്കാൻ ധൈര്യമില്ലാത്തവരാണെന്നല്ലേ നമ്മുടെ ധാരണ? എന്നാൽ അങ്ങനെയല്ല കേട്ടോ. ആറന്മുള, കുമരകം മെത്രാൻ കായൽ, റാണി ചിത്തിര കായൽ, മാളയിലെയും പറവൂരിലെയും സന്തോഷ് മാധവന്റെ ഭൂമി, അങ്ങനെ സർക്കാർ വമ്പന്മാരുടെ കയ്യിൽ നിന്നും തിരിച്ചുപിടിച്ച് നെൽകൃഷി ഇറക്കി. മുൻ സർക്കാർ നികത്താൻ അനുവദിച്ച ഭൂമിയിലാണ് പിണറായി സർക്കാർ പൊന്നു വിളയിച്ചതെന്ന് കാണണം. പച്ചക്കറിയിൽ സ്വയം പര്യാപ്തമായില്ലെങ്കിലും ഉൽപാദനത്തിൽ വൻ വർധനവാണ് സാധ്യമായത്. 2016 7.5 ലക്ഷം ടണ്ണായിരുന്ന പച്ചക്കറി ഉൽപാദനം ഇപ്പോൾ ഇരട്ടിയായി വർദ്ധിച്ചു. മഞ്ജു വാര്യർ സിനിമയിലേതുപോലെ നമ്മുടെ വീട്ടുമുറ്റങ്ങളെ പച്ചക്കറി കൃഷിയിൽ സമ്പന്നമാക്കി. കോവിഡ് കാലത്ത് സുഭിക്ഷ കേരളം കൂടി വന്നതോടെ പച്ചക്കറിയിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടായി. വിത്തും വളവുമൊക്കെ സൗജന്യ നിരക്കിൽ ജനങ്ങൾക്ക് നൽകിയാണ് ഈ മാറ്റം സാധ്യമാക്കിയത്. പുഴകളും തോടുകളും ശുചിയാക്കി ഹരിത കേരളം മിഷൻ നടത്തിയ പ്രവർത്തനവും കാർഷിക മേഖലയ്ക്ക് ഉണർവേകി എന്ന് കാണാനാകും. ചുരുക്കത്തിൽ, ഞാനൊരു കർഷകനാണെന്ന് ആത്മാഭിമാനത്തോടെ ഒരാൾക്ക് പറയാനുള്ള സാഹചര്യം പിണറായി സർക്കാർ ഒരുക്കിയെന്ന് ചുരുക്കം. അപ്പോ നിങ്ങളുടെ വോളുകൾ കർഷക സമരങ്ങൾ കൊണ്ട് നിറയട്ടെ.